ഹലോ ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ട ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലെ അതേപോലെ ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു വേസ്റ്റ് വെള്ളം പോകുന്ന പൈപ്പ്, അത് ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടിട്ടുണ്ടാവും. അത്തരം ഓപ്പൺ ആയിട്ടിട്ട സ്ഥലങ്ങളിൽ നമ്മുടെ പാമ്പ്, അതേപോലെ എലി, പുല്ല് തുടങ്ങിയിട്ടുള്ളതൊക്കെ കയറിയിട്ട് ബ്ലോക്ക് ആവുന്നത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു കിടിലൻ പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അതിലൂടെ വെള്ളം വരുന്ന സമയത്ത് ഓപ്പൺ ആവുകയും അല്ലാത്ത സമയത്ത് ക്ലോസ് ആവുകയും ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിന്നും വരുന്ന സിങ്കിലെ വേസ്റ്റ് പൈപ്പാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇതേ കണ്ടോ, ഇതുപോലെ അടഞ്ഞിട്ട് നമ്മൾ പ്ലംബ് ചെയ്ത് റെഡിയാക്കി എടുത്താണ്. അപ്പോൾ വീണ്ടും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട 2 ഇഞ്ചിൻ്റെ PVC പൈപ്പും പിന്നെ അതുപോലെ ഒരു നോട്ട് ബുക്കിൻ്റെ പേപ്പർ നമ്മളിതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കുറച്ച് ടാസ്ക് ആയത് കാരണം കട്ടർ ഉപയോഗിച്ച് നല്ല ഷാർപ്പായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് നിവർത്തി വെച്ച PVC ഷീറ്റിൻ്റെ മുകളിൽ ആ ഒരു ചെരിഞ്ഞ ഭാഗം വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മളിതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഈ ഒരു PVC കട്ടർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആ ഒരു എക്സസ് വരുന്ന ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒരു ലൈറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ബെൻഡ് ചെയ്ത് ഇത് അങ്ങനെയാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്ലഷ് കിക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇതുപോലൊരു കഷ്ണമാണ്, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ല അടിപൊളിയായി കട്ട് ചെയ്തെടുത്താൽ അതും നമുക്കൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു അടപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതും നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ മടക്കി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് നമ്മളെ മാറ്റിയിട്ടുണ്ട്. നമുക്കതും ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പീസ് വെച്ച് ഒട്ടിക്കുന്നത്. അത് ഒട്ടിക്കുന്നതിന് മുന്നേയായിട്ട് നമ്മളിത് അവിടെ ഇങ്ങനെ ഷേപ്പായിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് അത് അവിടെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു അടപ്പതിനകത്ത് കയറ്റി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മളിതിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു അടപ്പ് കൂടുതലായിട്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഉപകാരം നടക്കില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കയറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ സ്റ്റോപ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പട്ടികാണി കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആണി ഊരി പോരാതിരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു കുഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കതൊന്ന് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആണി പിന്നെ അവിടെ നിന്ന് ഊരിപ്പോരില്ല. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു നീളം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു കപ്ലയർ പോലെ സെറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കോലാണ് കാണുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളം വരുന്ന സമയത്ത് ആ ഒരു അടപ്പ് ഓപ്പൺ ആവുകയും അല്ലാത്ത സമയത്ത് അത് അമർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.